നമസ്കാരം, ചുറ്റുവട്ടത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്റെ ഈ പിറകിലെ ട്രോഫികളൊക്കെ കണ്ടാൽ തന്നെ അറിയാം, സാമൂഹിക രാഷ്ട്രീയ കലാവേദികളിൽ തിരക്കേറിയ ജീവിതം നയിക്കുന്ന ഒരു കലാകാരിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നിങ്ങൾ ഏവർക്കും സുപരിചിതമായിരിക്കും പാടിയൊട്ടിച്ചാൽ വായക്കരയിലെ യശോദ ടി വി എന്ന വ്യക്തി. ഈ കലാകാരിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നെറ്റിപ്പട്ട നിർമ്മാണത്തിലൂടെ ഇപ്പോൾ നമ്മൾ ഏവരെയും അതിശയിപ്പിക്കുകയാണ് യശോദേച്ചി. ഇന്നത്തെ ചുറ്റുവട്ടത്തിലൂടെ യശോദേച്ചിയുടെ വിശേഷങ്ങൾ അറിയാം. ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. അപ്പോ ഈ നെറ്റിപ്പട്ട ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 2015-16 സമയത്ത് ഒരു 10 വർഷത്തോളായി ഇത്. പിന്നെ ഈ അന്നേരം നെറ്റിപ്പട്ടം തുടങ്ങിയില്ല, അന്നേരം വേറെ എന്തെല്ലോ ക്രാഫ്റ്റ് വർക്ക് തുടങ്ങി, പിന്നെ നെറ്റിപ്പട്ടം. അപ്പൊ ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക് മുന്നേ ഉണ്ട്, വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യും? ഫ്ലവർ പേപ്പർ, ആദ്യം ഫ്ലവർ പേപ്പർ കൊണ്ടുള്ള ഫ്ലവർ അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഫ്ലവർ വേസ് അങ്ങനെയുള്ള സാധനം. ഈ നെറ്റിപ്പട്ടത്തിലേക്കുള്ള ഒരു ഐഡിയ ഇത് ചെയ്യണം എന്ന് തോന്നുന്നത് എപ്പോഴായിരുന്നു? ക്രാഫ്റ്റ് അങ്ങനെ ഫ്ലവർ ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ച് എല്ലാരും പറഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ തോന്നി അന്നേരേ ഉള്ള ഒരു ആശയമാണ് നെറ്റിപ്പട്ടം ചെയ്യണം എന്നിട്ട്. നെറ്റിപ്പട്ടം മെറ്റീരിയൽ എടുത്തുകൊണ്ടൊന്ന് ചെയ്തു കൊടുക്കും. ഇപ്പം ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ഇഷ്ടം പോലെ. ആദ്യമായിട്ട് ഓർഡർ തന്നതാരായിരുന്നു? കൊറേ എണ്ണം ചെയ്തു, കൊറേ പേർക്ക് ഇപ്പൊ ചെയ്തു. ഇപ്പൊ ഓർഡറുകൾ അനുസരിച്ച് മാത്രമാണ് ചെയ്തു. ചിലപ്പോ സമയമുള്ള സമയത്ത് ചിലപ്പോൾ ചെയ്തു വെക്കും, അല്ലെങ്കിൽ ഓർഡറുള്ളതനുസരിച്ച് അവര് പറയുന്ന സൈസിനനുസരിച്ച്, അല്ലെങ്കിൽ ഇത്ര റേറ്റിലുള്ളത് വേണം പറഞ്ഞാൽ ആ ടൈപ്പ് വെച്ചു. ചേച്ചി എവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്? ഇത് കൂടാതെ ഞാൻ കുടുംബശ്രീന്റെ സംസ്ഥാന മിഷന്റെ ബാലസഭ RP ടീമിലൊരു അംഗമാണ്. കുടുംബശ്രീ ബാലസഭന്റെ RP ടീമിലൊരു അംഗം. അതുകൂടാണ്ട് കുടുംബശ്രീന്റെ തന്നെ കലാവിഭാഗം ഉണ്ട്, രംഗശ്രീ കമ്മ്യൂണിറ്റി തിയേറ്റർ എന്ന് പറയും. അതിന്റെ തിയേറ്റർ വർക്ക്ഷോപ്പ്, നാടകങ്ങളും പരിപാടി. അതിന്റെയൊക്കെ ഇടവേളകളിലാണ് ഈ ഇത് ചെയ്യുന്നത്. അപ്പം ഈ നെറ്റിപ്പട്ടം ഉണ്ടാക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും വാങ്ങുന്നല്ലേ? ഇതിന് മുട്ടുകളോ എല്ലാം ഓരോന്നായിട്ട് വാങ്ങും. അതൊക്കെ എവിടുന്ന് തൃശ്ശൂർ പോയിട്ട് എടുത്തു. തൃശ്ശൂർ വലിയ വലിയ ഓർഡറുകൾ കിട്ടാൻ തുടങ്ങിയോ? വലിയത് കിട്ടാൻ തുടങ്ങി. വലിയത് ചെയ്തിട്ടുണ്ട്, 4-5 ഉള്ളത് വരെ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് ചെയ്തതിലാണ് ഏറ്റവും ഓർമ്മയുള്ള ചെയ്തതിൽ ഏറ്റവും സന്തോഷവും കൊടുത്തതിലും ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഹൗസ് വാമിങ്ങിനെല്ലാം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഗിഫ്റ്റ് കണ്ടിട്ട് ഓർഡറുകൾ വേറെ വന്നു. അമ്പലങ്ങളിലേക്ക് ഇതുവരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് അറിയാത്തോണ്ടാണെന്ന് അറിയില്ല, അമ്പലങ്ങൾ ഓർഡർ വന്നിട്ടില്ല. ഇത് ഒന്ന് കൊല്ലത്തേക്ക് ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് വൈകിട്ട് മതി അവർക്ക്. അവരുടെ അടുത്ത് ഉത്സവത്തിനാകുമ്പോഴത്തേക്ക് ഈ ടൈപ്പ് ഒന്ന് വേണം. ഇപ്പൊ പരിചയക്കാരല്ലാതെ പുറത്തുനിന്നുള്ള ഓർഡറുകൾ ഇഷ്ടം പോലെ വാട്സപ്പും ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റയിലും നമ്മളൊന്നും ചെയ്ത അപ്പാട് സ്റ്റാറ്റസ് ഇടും. വർക്ക് ചെയ്യുന്നതിന്റെ ഇടും, അത് കഴിഞ്ഞ പണി തീരുമ്പോൾ സ്റ്റാറ്റസ് ഇടും. അങ്ങനെ എൻക്വയറി വന്നിട്ടാണോ ഇത്? നെറ്റിപ്പട്ടം കൂടാതെ ഇപ്പൊ എന്തൊക്കെ ക്രാഫ്റ്റുകൾ ചെയ്യും? നെറ്റിപ്പട്ടം കൂടാണ്ട് ഫ്ലവർ ഉണ്ട്, പിന്നെ തടമ്പായി, പിന്നെയുള്ളത് റെസിനാർട്ട് ചെയ്യുന്നുണ്ട്. റെസിനാർട്ടിൻ്റെതാണ് ക്ലോക്ക്, പിന്നെ ഫോട്ടോ, അങ്ങനെയുള്ള ഒരു സാധനം. അതിപ്പോ തുടങ്ങിയത് കുറച്ചായി. അത് എങ്ങനെ പഠിച്ചിട്ടാണ്? അത് ഞാൻ പോയി പഠിച്ചതാണ്. കാരണം അതിന്റെ മെഷർമെന്റ് കുറച്ച് പ്രശ്നമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതൊന്നും യൂട്യൂബ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഓരോരാള് പറയുന്നത് ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ അതിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തു. കോഴിക്കോട് പോയിട്ട് 2 ദിവസത്തെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടാണ് അത് തുടങ്ങി. ഈ റെസിനാർട്ടിലേക്കുള്ള ഒരു താല്പര്യം വന്നത് എങ്ങനെയാണ്? റെസിനാർട്ട് ഇഷ്ടമാണ് കാണാൻ, ചെയ്തിട്ട് എല്ലാവരും കാണാൻ.
അതായത് ഇത് ഇങ്ങനെ ചെയ്യുന്നതിലാണല്ലേ താല്പര്യം? പിന്നെ അതിലൊരു ചെയ്ത് പൂർണ്ണമായി കാണുമ്പോഴുള്ള സന്തോഷം. അതായത് എനിക്ക് സുഖമില്ലാതെ കിടന്ന സമയത്താണ് ഞാൻ ഈ ക്രാഫ്റ്റിന്റെ വർക്ക് തുടങ്ങി. മുന്നെല്ലാം ചെയ്യലുണ്ടായിരുന്നു, പിന്നെ അത് ഇടയ്ക്കെപ്പോഴും അത് ബ്രേക്ക് ആയിപ്പോയി. പിന്നെ സുഖമില്ലാതെ കിടന്ന സമയത്ത് വീണ്ടും ഞാൻ ഒരു 3-4 മാസത്തോളം കട്ടിൽ നിറങ്ങാൻ പറ്റാതെ തീരെ കിടപ്പിലായി പോയിട്ടുണ്ട്. ആ സമയത്താണ് ക്രാഫ്റ്റ് മെല്ലെ തുടങ്ങിയത്. പേപ്പർ ഇതെല്ലാം വെച്ച് തുടങ്ങി. പിന്നെ അത് പൂക്കളിൽ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ വൂളൻ നൂലിലേക്ക് ഈ നൂല് വെച്ചിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കാൻ തുടങ്ങി. അത് കുറെ ഉണ്ടായിരുന്നു ഇതിന്റെ കളക്ഷൻ. അത് എല്ലാം വിറ്റ് പോയതാണ്, കുറെ ഉണ്ടായിരുന്നു പോയി. കുറെ അതിങ്ങനെ തന്നെ ആരെങ്കിലും കാണാൻ വരുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നവർക്ക് ഗിഫ്റ്റും കൊണ്ടുപോകും. അങ്ങനെയെല്ലാം ആദ്യം കൊടുത്തു തുടങ്ങി. അപ്പൊ എന്നോടൊന്നും ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ചെയ്യുന്നത് അങ്ങനെ ഗിഫ്റ്റ് വെറുതെ കൊടുത്തു കളയേണ്ട, അതൊരു വരുമാന മാർഗ്ഗം ആക്കിക്കൂടെന്ന് പല ആള് ചോദിക്കാൻ തുടങ്ങിയതാണ് മെല്ലെ തുടങ്ങിയത്. റെസിനായിട്ട് പോയി പഠിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ നെറ്റിപ്പട്ടം ചെയ്യാൻ ഉണ്ടാക്കാൻ പഠിച്ചത്? ഇല്ല, നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ എവിടെ പോയിട്ട് പഠിച്ചിട്ടേ ഇല്ല. ഇല്ല ഇല്ല, എവിടെ പോയിട്ട് യൂട്യൂബും ഇല്ല, ഒന്നുമില്ല. യൂട്യൂബിന്റെ സഹായം ഒന്നുമില്ല. എന്ത് സാധനവും ഒരു തവണ കാണുമോ ഇവിടെ. ഇപ്പൊ തടമ്പൊന്നും ആരും പഠിപ്പിച്ചിട്ടൊന്നല്ല. അത് ഷോപ്പിൽ പോയി അതിന്റെ മെറ്റീരിയൽ വാങ്ങിക്കൊണ്ടിരുന്നു. ഇവിടെ നമുക്ക് തന്നെ ഫർണിച്ചർ ഷോപ്പ് ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് മരം കട്ട് ചെയ്തെടുത്തിട്ട്. അപ്പൊ ഈ നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് നേരിട്ട് വെല്ലുവിളികൾ എന്തായാലും തടസ്സമായിട്ടുണ്ടായിരുന്നു? വലിയ തടസ്സമൊന്നും ഉണ്ടായില്ല. എന്താ വെച്ചാൽ എന്റെ വർക്കെല്ലാം നടക്കും. ഞാൻ പകലെല്ലാം ഓടി നടക്കുന്ന ആളാണ്. രാത്രി വൈകി ഇരുന്നിട്ടും നേരം വെളുക്കുന്നവരെ ഇരിക്കണം എന്ന് ചൊറ്റിരിപ്പിരിക്കും. താല്പര്യം. അതായത് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരണം എന്നുള്ള ഒരു ഭയങ്കര നിർബന്ധം. ഈ തടമ്പ് ഇപ്പൊ ഇന്നലെയാണ് ഒന്ന് ബാംഗ്ലൂരേക്ക് പോയത്. ഇന്നലെ ബാംഗ്ലൂരേക്ക് പോയി. അങ്ങനെ ഇതും ഇപ്പം അടുത്ത് തന്നെ ഡൽഹിയിലേക്ക് പോകേണ്ടതാണ് മൈപ്പിയിൽ വെച്ചിട്ടുള്ള തടമ്പ്. അപ്പൊ അത് കഴിഞ്ഞും 2-3 ഓർഡർ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവര് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർ കളക്ട് ചെയ്ത് പോയിക്കോളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട്. ഇപ്പം ഇതും ഓർഡർ കിട്ടിയിട്ട് ചെയ്യുന്നതാണ്? ഓർഡർ കിട്ടിയിട്ട് ഇതും ഓർഡർ ഉള്ളതാണ്, അവരെടുക്കാൻ വന്നിട്ടില്ല. ഇതും അതേപോലെ അതേ രൂപത്തിലുള്ളതൊന്നും ഒരു മുന്നേ ഒരാൾക്ക് കൊടുത്തിരുന്നു. അപ്പൊ അതന്നെ അതേ സൈസിലൊന്ന് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തു വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ എത്ര സമയം വേണ്ടി? സമയം ശരിക്കും പറഞ്ഞാൽ 2 ദിവസം 3 ദിവസം ഇരിക്കണം എന്നാണ് ശരിക്കും ഇരുന്നാല്. പക്ഷെ ഇപ്പൊ കുറച്ച് സ്പീഡായി ചെയ്ത്. തുടക്കത്തിൽ കുറച്ച് സമയം വേണ്ടി വന്നിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ സ്ഥിരം ചെയ്യുമ്പോ കുറച്ചുകൂടി. ഇതുവരെ എത്ര എണ്ണം? 50 എണ്ണം ചെയ്തിട്ടുണ്ടാവും. കൊറേ പുറത്തേക്ക് പോയി, ഗോവ അങ്ങനെയെല്ലാം കുറെ സ്ഥലത്തേക്ക്. അപ്പൊ ഇപ്പൊ കൂടാതെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ ഓരോ ഓർഡറുകൾ വരുമ്പോ ഇതിനായിട്ട് മാത്രം തുടങ്ങിയാലോ എന്നുള്ള ആലോചനയിലുണ്ട്. പക്ഷെ ഇപ്പം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖല ഏറ്റവും ഇഷ്ടമുള്ള മേഖല കുട്ടികളുടെ മേഖലയിലാണ്. അതുപോലെ കുടുംബശ്രീന്റെ ട്രെയിനിങ് ടീം, നാടകം, അഭിനയത്തിനോട് വല്ലാത്ത താല്പര്യമാണ്. അപ്പൊ അതൊന്നും ഒഴിവാക്കിയിട്ട് ഒരു ഇരിപ്പ് നടക്കും എനിക്ക് തോന്നുന്നില്ല. ഷോപ്പ് എന്നുള്ള നിലയിലേക്ക് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഷോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പരിമിതി ഉണ്ട്. നമ്മളവിടെ കുടുങ്ങിപ്പോകും, പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് പറ്റൂല. അപ്പൊ നാടകത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നാടകം എവിടെ ഉണ്ടെങ്കിലും ഓടിപ്പോയി കാണും. അങ്ങനെയല്ലോ ആ ഒരു മേഖലയിൽ അങ്ങനെ ചെറുപ്പത്തിലേ അഭിനയത്തിനോട് ഭയങ്കര താല്പര്യം. പക്ഷെ ഇപ്പം കുറച്ചു കാലമായിട്ട് സീരിയസ് ആയിട്ട് കുറച്ച് നാടകങ്ങൾ തൃശ്ശൂരുള്ള നാടകദ്വീപിലെ ശശിധരൻ നടുവിൽ എന്ന് പറയുന്ന ശശിയേട്ടന്റെ ഒരു നാടകത്തിൽ ഇപ്പം ഇക്കഴിഞ്ഞ അമേച്ചർ നാടക മത്സരത്തിൽ ഒരു നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നാടകത്തിനോട് ഭയങ്കര താല്പര്യമാണ്. നിലവിലിപ്പം എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ചെയ്യണം എന്ന് ഉണ്ടല്ലോ, അതെന്താ ആഗ്രഹം? ഇനിയിപ്പോ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമല്ല, ഈ മേഖലയിൽ കുറച്ചുകൂടി വിപുലമായിട്ട് വെറൈറ്റി ആയിട്ട് ചിന്തിക്കണം എന്നുണ്ട്. അതായത് നമുക്കിപ്പോ മൊമെന്റോ എല്ലാം ഇതെല്ലാം വെച്ച് ഈ തടമ്പ് ചെയ്യുന്ന പോലെ നമുക്ക് മൊമെന്റോ ഒക്കെ ചെയ്ത് കൂട്ടി ഇതിലെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ട്. അതിന് വേണ്ടിയുള്ള മരെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം തുടങ്ങണം. പക്ഷെ ഈ ഓട്ടത്തിനിടയിലായതുകൊണ്ട് കിട്ടുന്ന സമയത്തല്ലേ ചെയ്യാം. ഇപ്പം വർക്ക് ചെയ്യുന്ന മേഖലയിലേക്ക് വന്നത് പറഞ്ഞാല് കുടുംബശ്രീയില് 2006-ലോ എന്തോ ആണെന്ന് തോന്നുന്നു കുടുംബശ്രീയിലേക്ക് വന്നു കഴിഞ്ഞ തരം തന്നെ CDS എന്ന് പറഞ്ഞു, പഞ്ചായത്ത് എന്ന് പറഞ്ഞു, അങ്ങനെ കുട്ടികളെ ബന്ധപ്പെട്ട ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, അതിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ പോയി. അപ്പൊ പോയ സമയത്ത് തന്നെ അവര് അവിടുന്ന് ജില്ലാ മിഷന്റെ സപ്പോർട്ടിംഗ് ടീമിൽ അംഗമായി. ഇപ്പം സ്റ്റേറ്റ് മിഷന്റെ സപ്പോർട്ടിംഗ് ടീമിൽ അംഗമായിട്ട് കുറച്ച് നാളെ 2 വർഷത്തിലധികമായിട്ട് സ്റ്റേറ്റ് ടീമിന്റെ കൂടെയാണ്.
അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളുണ്ടാവും, പരിപാടി ഉണ്ടാവും. പിന്നെ കുടുംബശ്രീന്റെ രംഗശ്രീ എന്ന് പറയുന്ന കലാവിഭാഗം എന്ന് പറയുന്നത് 2015 തുടങ്ങുന്നത്. അപ്പോൾ 40 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് 40 പേരെ സെലക്ട് ചെയ്തിട്ടാണ് ആദ്യം ഒരു കലാവിഭാഗം ഉണ്ടാക്കിയത്. അപ്പൊ ആദ്യം സെലക്ട് ചെയ്ത 40 പേരിൽ ഒരാൾ ഞാനായിരുന്നു. കണ്ണൂരിൽ നിന്ന് ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ണൂർ മലപ്പുറം കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു ടീം ഉണ്ടാക്കി. ഞങ്ങൾ വലിയ 1.5 മണിക്കൂർ നാടകമുള്ള ഒരു നാടകം നിരീക്ഷ എന്ന് പറയുന്ന കേരളത്തിലെ ഏക സ്ത്രീ നാടകവേദി, അവരുടെ ശിക്ഷണത്തിലൊരു നാടകം നമ്മൾ ആദ്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുടുംബശ്രീന്റെ ഒരുപാട് നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നാടകങ്ങളും കൊണ്ട് അങ്ങനെ പോയി. ഇപ്പം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങി അത് വിജയിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. കാരണം ഇപ്പൊ കുറെ ഓൺലൈൻ മീഡിയകളും ഓൺലൈൻ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുപോലൊരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? അത് അങ്ങനെ ഒന്ന് വലിയ കുഴപ്പമില്ലാതെ ഇപ്പൊ ഞാൻ പോകുന്നുണ്ട്. കാരണം ഓടുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ഓട്ടത്തിനിടയിലല്ലേ ഇത് ചെയ്യുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. കൂടുതൽ ആളുകളെ വെച്ച് പഠിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങണം. അത് പഠിപ്പിക്കാൻ എല്ലാവരും ട്രെയിനിങ് കൊടുക്കുമെന്ന് നയിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരാഴ്ചത്തേക്ക് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് ഒരാഴ്ച ഇടവേണ്ട. അപ്പൊ അതാണ്. അപ്പൊ ഒരു നാടകം ഉണ്ട് അല്ലെങ്കിൽ വേറൊരു പരിപാടി ഉണ്ട്, ഇങ്ങനെ വരുമോന്ന് വെച്ചാൽ അപ്പൊ നമ്മളെല്ലാം ഇട്ടെറിഞ്ഞിട്ട് അങ്ങ് ഓടയില്ലേ. അപ്പൊ പിന്നെ ഈ സംഗതി ബ്രേക്ക് ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പിക്കാൻ. ഇത് കൂടാണ്ട് ഞാൻ ടൈ ആൻഡ് ഡൈ, അതേപോലെ അതായത് സാരി ഡിസൈനിങ്, അങ്ങനെയല്ല. ഞാൻ തൃശ്ശൂർ ഒരു കോഴ്സിന് പോയിട്ട് അതിനോട് ഭയങ്കര താല്പര്യം. സാരി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വർക്കും ഇതിന്റെ കൂടെ നടക്കുന്നു. അപ്പൊ പിന്നെ ഈ മഴയത്ത് അത് നടക്കുന്നില്ല. അത് ഉണക്കിയെടുക്കണ്ടേ, അതിന് നമുക്ക് അതുപോലെയുള്ള സ്പേസ് വേണം. അങ്ങനെയുള്ള കുറെ വർക്ക് ഇതിന്റെ കൂടെ ചെയ്യുന്നു. ക്രാഫ്റ്റിനോടെല്ലാം ഭയങ്കര ഒരു താല്പര്യം. പുതിയതായിട്ടൊന്ന് ട്രൈ ചെയ്തു. ഒന്ന് ഒരു തവണ കാണുകയുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് തൂക്കിയത് കണ്ടാൽ സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്തത് ഡ്രസ്സിനായിട്ട് കുറച്ചും കൂടി വിപുലായിട്ട്, അതായത് കോഫി ടേബിള്, ഡൈനിങ് ടേബിള്, അങ്ങനെയുള്ളതിലേക്ക് കുറച്ച് മാറണം. ആ ഒരു മേഖലയിലേക്ക് ഒന്ന് മാറണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. ഓട്ടം കുറച്ചൊന്ന്. പിന്നെ അതല്ല, അതിന്റെ മെറ്റീരിയൽ കുറച്ച് കോസ്റ്റ്ലി ആണ്. ഡ്രസ്സിന്റെ കുറച്ച് കോസ്റ്റ്ലി ആണ് മെറ്റീരിയൽ. അത് മെഷർമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ സാധനം കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. കുറച്ചും കൂടി പരിശീലനം വേണം. കാരണം നമുക്ക് തന്നെ വെച്ച് ചെയ്തു. ഞാൻ ചെയ്തത് അതാ ക്ലോക്ക് ഉണ്ട്, അതുപോലെ കുറച്ച് സാധനങ്ങൾ ഞാൻ ചെയ്തതുണ്ട്. എന്റെ തന്നെ ഫോട്ടോ വെച്ചിട്ട്, നാളെ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യുക. കാരണം ചീറ്റിപ്പോയാൽ ആരെയും പേടിക്കണ്ടല്ലോ. പാർട്ടിയോട് വാങ്ങുന്നതിന് മുന്നേ നമുക്ക് തന്നെ ചെയ്തു നോക്കാന്നുള്ള ആ രീതി. അതുപോലെ യൂട്യൂബ് ചാനലും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയകൾ എന്തെങ്കിലും ഇത് ഇതിലെല്ലാം ഇടുന്നതേ ചാനലായിട്ട് തുടങ്ങിയിട്ടില്ല. ചാനൽ അങ്ങനെ നമ്മൾ ചാനലായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഡെയിലി എന്തെങ്കിലും കൊടുത്തോണ്ടിരിക്കട്ടെ, അല്ലെ പിന്നെ ബ്രേക്ക് വരും. അത് പറ്റാത്തത് കൊണ്ടാണ് ഇല്ലാത്തത്. പിന്നെ നമ്മൾ ഒന്ന് തുടങ്ങി അതിലിടുന്നത് അതുമായി കണക്റ്റഡ് അല്ലെങ്കിൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. ചില ആളിപ്പോ ചാനൽ തുടങ്ങിയിട്ട് തുടങ്ങുന്നത് ഒരു ഉൽപ്പന്നത്തിന്റെയാണെങ്കിൽ പിന്നെ പറയുന്നല്ലോ കല്യാണത്തിന് പോയതും കടലിന്റെ ഇറക്ക് പോയതായിരിക്കും. അത് ഇതും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നതിനോട് താല്പര്യമില്ല. തുടങ്ങുന്നുണ്ടെങ്കിൽ ഏത് വിഷയമാണോ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ അങ്ങനെ തന്നെ തുടങ്ങണം. ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? എല്ലാരും നല്ല സപ്പോർട്ടാണ്. അപ്പൊ വീട്ടിൽ വന്നിരുന്ന് രാത്രിയിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഒരു പ്രശ്നമില്ല. ഞാൻ എന്റേതായ രീതിക്ക് ഞാൻ അങ്ങനെ പോകും. അതൊന്ന് ചെയ്യണം എന്ന് വെച്ചാൽ അവർക്കറിയാം. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാലും ഒന്നും ഉണ്ടാവില്ല. ഞാൻ അവര് മോള് വലിയ ആള് നന്നായിട്ട് വരയ്ക്കും. മെഹന്തി ഇടും നന്നായിട്ട്. ഈ ഒരു കഴിവ് ചേച്ചിയിലേക്ക് മാത്രം ഒതുക്കാതെ ഇനിയും കുറെ ആൾക്കാരെ പഠിപ്പിക്കുകയും അവരെ പരിശീലിപ്പിക്കുക, അതിലൂടെ ഒരു വലിയ സംരംഭം തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ചെറുപുഴ വാർത്തയുടെയും പ്രേക്ഷകരുടെ എല്ലാ ആശംസകളും. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.